ഓം ശ്രീ വിരാട് വിശ്വകർമ്മണേ നമഃ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് പള്ളിവില്ലെന്ന ഓണവില്ല്. വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൂർവികർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥപതി ശില്പി പാരമ്പര്യമാണ്. തഞ്ചാവൂർ കാഞ്ചീപുരത്തു നിന്ന് വന്ന ശില്പികൾ ക്ഷേത്രം പണിയുകയും ക്ഷേത്രം പണിത് പൂർത്തിയായപ്പോൾ സമർപ്പിച്ച ഒരു ചിത്രരചനാ ശില്പമാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല്. ഇതിന് ഐതിഹ്യമായിട്ട് പറയുന്നത് വാമനൻ്റെ അവതാര ദിനമാണ് നമ്മളിവിടെ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. മഹാബലി ചക്രവർത്തി സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 3 അടി ഉയരമുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപം അദ്ദേഹത്തിൽ നിന്നും ഒരു വിശ്വരൂപമായി കാണുകയും തുടർന്ന് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന അവതാരങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം വന്നു പോകുന്ന മഹാബലിക്ക് കാണാൻ വേണ്ടിയിട്ട് വിശ്വകർമാവ് ആദ്യം ദശാവതാരം വരച്ച് കാണിക്കുകയും എന്നിട്ട് വർഷം തോറും വരുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാവുന്നൊരു വാക്ക് കൊടുക്കും. അപ്രകാരം നടക്കുന്ന ചടങ്ങാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പണം. ഈ തടിയെ തന്നെ ദേവഗണത്തിൽപ്പെട്ട കടമ്പ്, മഹാഗണി എന്നീ വൃക്ഷങ്ങൾ പക്ഷിലതാദികളോടും ഒക്കെ അനുവാദങ്ങൾ വാങ്ങി മുറിച്ചിട്ട് പ്രത്യേക പൂജ ചെയ്ത് പലകയാക്കി അതിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ദേവഗണത്തിൽപ്പെട്ട പലകയായതുകൊണ്ടും ഈ 41 ദിവസത്തെ കഠിനമായ വ്രതശുദ്ധിയോടുകൂടി തയ്യാറാക്കുന്നത് കൊണ്ടും ഇതിൻ്റെ പവിത്രത ഏറെ വർദ്ധിച്ചിരിക്കും. ഏറ്റവും വലിയ അളവ് അനന്തശയനമാണ്. 4.5 അടി നീളമുള്ള വലിയ അളവിൽ അനന്തശയന രൂപമായ ഭഗവാന്റെ അനന്തശയന രൂപമാണ് വരയ്ക്കുന്നത്. അടുത്ത അളവ് 4 അടി നീളമാണ്. അതിൽ ദശാവതാരം, ശ്രീരാമ കഥകൾ, പട്ടാഭിഷേകം, അത് കഴിഞ്ഞ് ശാസ്താവ്. പിന്നെയുള്ള ഏറ്റവും ചെറിയ അളവിൽ ശ്രീകൃഷ്ണ ലീലയും വിനായകനും. ഇങ്ങനെ 6 തരത്തിലുള്ള വില്ലുകളാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. ഉത്രാടനാൾ ഇവിടെ ഞങ്ങളുടെ ഈ തെക്കതിൽ കുടുംബത്തിൽ വച്ച് കുടുംബക്ഷേത്രത്തിൽ വച്ചിട്ട് ഉത്രാട പൂജ നടത്തി തിരുവോണത്തിൻ്റെ അതിരാവിലെ 4:30-നും 6:00-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് ഈ ഓണവില്ല് സമർപ്പണം നടക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ഒരു നീട്ട് കൊണ്ടുവരും. അത് ചിങ്ങമാസത്തിൽ നല്ലൊരു ദിവസം നോക്കി അവർ ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. മുഹൂർത്തം കുറിച്ച് വരികയാണ് ചെയ്യുന്നത്. എല്ലാ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഞങ്ങളുടെ പൂർവികർ ഭഗവാന് സമർപ്പിച്ച പള്ളിവില്ലെന്ന ഓണവില്ല് ഏറ്റവും വലിയ അളവിലുള്ള പത്മനാഭസ്വാമിയെ വരച്ച വില്ല് ഭഗവാന്റെ ഉദരഭാഗത്തും, ദശാവതാരം വരച്ച വില്ല് നരസിംഹമൂർത്തിയുടെ 2 വശങ്ങളിലായിട്ടും, ശ്രീരാമ കഥകൾ വരച്ചത് ശ്രീരാമ വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ടും, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, വിനായകൻ അവ അതാത് വിഗ്രഹങ്ങളുടെ 2 വശങ്ങളിലായിട്ടും ചാരി വയ്ക്കും. അതിനെ ചാർത്തുക എന്നാണ് പറയുന്നത്. ഈ ചാർത്തുന്നതിന് മുമ്പ് അവിടെ ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സമർപ്പണ ചടങ്ങുണ്ട്. വില്ലുമായിട്ട് ഞങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടവഴി അകത്ത് കയറി കൊടിമരത്തിൻ്റെ മുന്നിലായിട്ട് വച്ചിരിക്കുന്ന അവിടെയുള്ള ശിവേലിപ്പുരയുടെ ആദ്യ ശില്പം, ആ ശിവേലിപ്പുരയുടെ ആദ്യ തൂണിലുണ്ടാകുന്ന ശില്പം അവിടുത്തെ ശില്പിയുടെ ശിലയാണ്, നമ്മുടെ പൂർവികരുടെ ശിലയാണ്. അതിൻ്റെ മുന്നിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. കുടുംബത്തിലെ കാരണവർ ആ ശിലയെ വന്ദിച്ച് ഭഗവാനെ വന്ദിച്ച് തിരികെ വന്ന് നിൽക്കുകയും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്നും പാണിവിളക്ക് കൊളുത്തി പഞ്ചവാദ്യത്തിൻ്റെയും വാക്കുരവയുടെയും അകമ്പടിയോടുകൂടി ഈ ഓണവില്ലുമായിട്ട് പള്ളിവില്ലെന്ന ഓണവില്ലുമായിട്ട് വരുന്ന കുടുംബക്കാരെ അവർ വസ്ത്രവും ദക്ഷിണയും പ്രസാദമൊക്കെ നൽകി ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിക്കുകയും തുടർന്ന് ഈ 12 വില്ലുകളും ഓരോ വില്ലുകൾ ഭഗവാനെ ഉയർത്തിക്കാണിച്ച് അവിടെ നിൽക്കുന്ന കുടുംബാംഗങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിക്കുകയും തുടർന്ന് അവിടെ നിൽക്കുന്ന ഭക്തരെ കാണിച്ച്
നിലത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറി, അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഓണക്കോടിയാണ്, ആ കച്ചമുറിയിൽ വയ്ക്കുകയും അങ്ങനെ 12 വില്ലുകളും ഭഗവാനെ അവിടെ നിൽക്കുന്ന ഭക്തരെ ഓരോരുത്തരും ഓരോരോ ഈശ്വരന്മാരായിട്ടാണ് സങ്കല്പിക്കുന്നത്. 33 കോടി ഈശ്വരന്മാരുടെയും സാന്നിധ്യം അപ്പോൾ ഉണ്ടായിരിക്കും. അവരെ കാണിച്ചിട്ടാണ് നിലത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ വയ്ക്കുകയും തുടർന്ന് എല്ലാവരും തൊട്ട് തൊഴുത് അവിടെ വന്നിരിക്കുന്ന കാവൽക്കുറുപ്പിനെ ഈ 12 വില്ലുകളെ ഏൽപ്പിക്കും. തുടർന്ന് ശീവേലിപ്പുര ഒരു വലതു ചുറ്റി കിഴക്കേ നടയിലൂടെ അകത്ത് കയറി വീണ്ടും ശ്രീകോവിൽ ഒരു വലതു ചുറ്റി അഭിശ്രവണ മണ്ഡപത്തിൽ ഈ 12 വില്ലുകളും വയ്ക്കും. എന്നിട്ട് ഇതിൽ ഇരുവശങ്ങളിലായിട്ട് കുഞ്ചലവും ഞാണും കുരുത്തോലയും കെട്ടി അലങ്കരിക്കും. കുഞ്ചലവും ഞാണും ചെയ്യുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുകാരായ അന്തേവാസികളാണ്. അവരും വളരെ വ്രതശുദ്ധിയോടുകൂടിയാണ് തയ്യാറാക്കുന്നത്. എന്നിട്ട് ഈ 2 വില്ലുകൾ, പത്മനാഭസ്വാമിയെ വരച്ച വില്ലുകൾ ഭഗവാന്റെ പോറ്റിമാർ ഏറ്റുവാങ്ങുകയും അതാത് കോവിലുകളിലുള്ള ക്ഷേത്രങ്ങളിലുള്ള ശാസ്താവായിരുന്നാലും ശ്രീകൃഷ്ണനായിരുന്നാലും വിനായകനാണ് അതാത് പൂജാരിമാർ ഏറ്റുവാങ്ങി ഈ വിഗ്രഹങ്ങളുടെ ചാർത്തി വയ്ക്കും. ഇവ ചാർത്തിയതിനു ശേഷം ആദ്യം കണ്ടു തൊഴാനുള്ള അവകാശം ഈ കുടുംബത്തിലെ അംഗങ്ങൾക്കാണ്. അതിനുള്ള പ്രധാന കാരണം പറയുന്നത്, ഞങ്ങൾ ഈ ചിത്രരചനാ വേളയിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഭഗവാനോട് ക്ഷമയാചിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നൊരു അവസരവും ഒരു സമയവുമാണ്. അത് ഞങ്ങളത് ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി നിന്ന് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈ ഓണവില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴുതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ധാരാളം ഭക്തജനങ്ങൾ ഈ വില്ല് കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. തിരുവോണം ഒട്ടം ചതയം 3 ദിവസവും ആ വില്ലുകൾ അവിടെ ഉണ്ടായിരിക്കും. 4ാമത്തെ ദിവസം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കണമെന്നുള്ളതാണ് ആചാരം. അതിനൊരു കാരണം പറയുന്നത്, അന്ന് രാജ്യം ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും പത്മനാഭദാസന്മാരായിട്ട് ജീവിക്കുന്നവർ ഈ വില്ലുകൾ അവരുടെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കും. അന്ന് രാജ്യം ഭരിക്കുന്ന ആരായിരുന്നാലും അവരുടെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ വർഷത്തിൽ ആ ഒരു വർഷക്കാലം സർവ്വ ഐശ്വര്യം കിട്ടുമെന്നുള്ള പ്രാർത്ഥനയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവരവിടെ സൂക്ഷിക്കും. കഴിഞ്ഞ വർഷം അവിടെ ഏൽപ്പിച്ചിട്ടുള്ള വില്ലുകൾ പുറത്തെടുക്കുകയും പുതിയത് അവിടെ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഇതാണ് ഈ ഓണവില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യവും ചടങ്ങും ആയിട്ട് വരുന്നത്. ഇതിനകത്ത് പഞ്ചവർണ്ണങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കളമെഴുതുന്ന പൊടിയാണ് ഇതിനകത്ത് ഞങ്ങളിപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വളരെ പരിശുദ്ധിയായിട്ട് പരിപാവനമായിട്ട് 41 ദിവസത്തെ കഠിനമായ വ്രതത്തോടു കൂടിയാണ് ഭഗവാന് സമർപ്പിക്കുന്ന, ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തുന്ന വില്ലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുക്കുന്നത്. ഇതിനകത്ത് എൻ്റെ പേര് ബിൻകുമാർ ആചാരി. എൻ്റെ അനുജനാണ്. അനുജൻ ക്ഷേത്രശില്പിയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പറയാവുന്നത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ ക്ഷേത്രത്തിൻ്റെ അലങ്കാര ഗോപുര ശില്പിയാണ്. അത് കഴിഞ്ഞ തലമുറയിൽപ്പെട്ട എൻ്റെ അപ്പൻ്റെ അനുജനാണ്. ഇത് അനുജൻ ക്ഷേത്രശില്പി സുദർശൻ എന്നാണ്. കഴിഞ്ഞ തലമുറയിൽപ്പെട്ട എൻ്റെ അപ്പൻ്റെ ഏറ്റവും ഇളയ അനുജനാണ് നാഗേന്ദ്രൻ ആചാരി. അതൊരു എൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ട കാർത്തികേയൻ എന്ന് എൻ്റെ തലമുറയിലുള്ള കാർത്തികേയൻ്റെ മകനാണ് പ്രണവ് ദേവ്. ഇത് കഴിഞ്ഞ തലമുറയിൽ ഓണവില്ല് സമർപ്പിച്ചിരുന്ന മഹാദേവനാചാരി എന്ന് പറയുന്ന എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മൂത്ത മകനാണ് ഉമേഷ് കുമാർ. അത് എൻ്റെ ഏറ്റവും ഇളയ അനുജൻ സുലഭൻ ആചാരി. അതുപോലെ കാർത്തികേയൻ ആചാരി എൻ്റെ വേറൊരു അപ്പൻ്റെ അനുജൻ്റെ മകനാണ്. അത് ഒരു അനുജൻ്റെ മകളാണ് ശിവപാർവതി. ശിവപാർവതി നന്നായിട്ട് ചിത്രങ്ങൾ വരയ്ക്കും. ഈ സുലഭൻ്റെ മകളാണ്. ഈ കുടുംബത്തിനകത്തുള്ള എല്ലാവരും ജന്മനാൽ തന്നെ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാരായതുകൊണ്ട് അതൊരു ഈശ്വരാധീനമായിട്ട് കരുതുന്നു. തലമുറയായിട്ട് കൈമാറി പോകേണ്ട ഒരു ആചാരമായതുകൊണ്ടും അടുത്ത വർഷത്തേക്ക് ഓണവില്ല് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. കാരണം എല്ലാ വർഷവും ഓരോ വർഷവും അവസാനം വരെയും ഈ ഓണവില്ല് നിർമ്മാണവും ഭഗവാനെ വരയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കുലത്തൊഴിൽ. അതിങ്ങനെ നിർവ്യാജം തുടർന്നു. അതിൽ ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല.